മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ കൂടി ഹൈക്കമാൻഡ് തുടങ്ങുകയാണ്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്കാണ് സാധ്യത. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭാംഗമാകുന്നതോടെയാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് തുടങ്ങിയത്. റോഷിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഒരു തർക്കം കഴിഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ തന്നെ KPCC അധ്യക്ഷനെ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ച നടത്തി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അടുത്തത് എന്ന രീതിയിൽ ഒരു വടംവലി പ്രതീക്ഷിക്കാമല്ലേ? ഷിഹാസ്രുതി, സ്വാഭാവികമാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന നിലയിൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൂടുതൽ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കും. മന്ത്രിസഭ പ്രഖ്യാപനമുണ്ടാകുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ KPCC അധ്യക്ഷനെയും പ്രഖ്യാപിക്കുക. കാരണം സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ബർത്തുറപ്പിച്ച സാഹചര്യത്തിലാണ് പകരക്കാരനെ കണ്ടെത്തുന്നത്. നിലവിൽ ബെന്നി ബെഹനാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ നേരിൽ കണ്ട് അവകാശവാദം ഉന്നയിച്ചത്. തനിക്ക് സീനിയോറിറ്റി പ്രകാരം ഈ പദവി അർഹതയുണ്ട് എന്ന വാദമാണ് ഉയർത്തുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിന്റെ പിന്നോക്ക ദളിത് രാഷ്ട്രീയം ഉയർത്തുകയാണെങ്കിൽ അവിടെ പരിഗണിക്കപ്പെടേണ്ടത് താനാണെന്ന വാദം കൂടി ഉയർത്തും. ഈ കാര്യത്തിൽ ഏതായാലും ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. എല്ലാ സമവാക്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക. ഏതായാലും ഏറെ വൈകാതെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും. അതിനിടയിലാണ് ഇരട്ട പദവി പാടില്ല എന്ന വാദം ഒരു കോണിൽ നിന്നും ഉയരുന്നത്. അങ്ങനെയെങ്കിൽ MP-മാരെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി KPCC അധ്യക്ഷ പദവിയിൽ MP-മാരോ MLA-മാരോ ആണ് നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പരിഗണിക്കുമോ ഹൈക്കമാൻഡ് എന്ന് വ്യക്തമല്ല. ഈ തവണ ഇരട്ട പദവി പാടില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് എടുത്താൽ മാത്രമേ മറ്റൊരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ്, ഇതിൽ രണ്ടുപേരിൽ ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരും. സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരാളെ മാത്രമേ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സംസ്ഥാനത്ത് മുൻപുണ്ടായ ഒരു ദുരനുഭവമുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് VM സുധീരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്നപ്പോൾ സർക്കാരും പാർട്ടിയും രണ്ടു വഴിക്ക് പോയി. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ ബാർക്കോഴ വിവാദമടക്കം ആളിക്കത്താനുള്ള ഒരു കാരണമായി മാറിയതും അന്നത്തെ ഈ പാർട്ടിയുടെയും സർക്കാരിന്റെയും രണ്ടു വഴിക്കുള്ള പോക്കാണ്. അതുകൊണ്ട് സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി യോജിച്ചു പോകുന്ന ഒരാളായിരിക്കും ആ പദവിയിലെത്തുക. തീർച്ചയായിട്ടും. എന്തായാലും മുഖ്യമന്ത്രി ആരാണെന്ന് ആദ്യം അറിയണം. അതിനുശേഷമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ ആരാണെന്ന് അടുത്ത ഘട്ട ചർച്ച, പ്രതിഷേധങ്ങളോ എന്തൊക്കെയാണെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.